ഹലോ. നിന്നെ എത്ര തവണയാടാ ഞാൻ വിളിക്കുന്നത്? ചേച്ചി, അത് നല്ല തിരക്കാണ്, ഓട്ടത്തിലായി പോയി. എന്താ വിളിച്ചേ? അല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഓ, എന്താ വേണ്ടേ? എനിക്ക് 2 ബിരിയാണി വേണം. ഏതാ, ചിക്കൻ ബിരിയാണി അല്ല മട്ടനാ? മട്ടൻ തന്നെ ആയിക്കോട്ടെ. മട്ടൻ തന്നെ വേണ്ടേ? രണ്ടാ? 2. ഒരു 8:30 എത്തിയാ പോരെ? 8:09 പോരെ? നിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി. 8:30 9 മണി, അതിന്റെ അപ്പുറം പോകാ? ഇല്ല ഇല്ല. വേറെ മണിക്കണോ? അതിന്റെ അപ്പുറം വേറൊരു സാധനം കൂടി എനിക്ക് വേണം. അതിന്റെ അപ്പുറം വാങ്ങുവാ? പറഞ്ഞോ, വാങ്ങിക്കാം. ഒരു പേക്ക് കോണ്ടം വേണം. കോണ്ട? അതെല്ലാം ഉണ്ട്. നീ വാങ്ങിക്കുവാ? ചേച്ചി പറഞ്ഞ പിന്നെ വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി, അപ്പൊ ഇത് കോണ്ട എന്തിനാ? ചേച്ചിന്റെ ഹസ്ബൻഡ് സ്ഥലത്തില്ലല്ലോ, പിന്നെ എന്തിനാ? ഹസ്ബൻഡ് ഇല്ലാതെ കൊണ്ടാണല്ലോ എന്നോട് കോണ്ടം വാങ്ങാൻ പറഞ്ഞത്. അതെന്തിനാ? ആവശ്യം കിട്ടാൻ നീ വാങ്ങിട്ട് വാ. ഞാൻ മേടിച്ചേരാ, വരും മടിയാ. ഇനിയിപ്പോ എന്നെ തെറ്റുമായിരിക്കുമെന്തോ. എന്നെ തെറ്റുമായിരിക്കുമെന്തോ. അല്ല, അതെന്തെങ്കിലും ഫ്ലേവറോ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? നീ അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിയാ മതി. എന്നിട്ട് പിന്നെ 2 ബിരിയാണിയാ? 2 ബിരിയാണിയാ? വീട്ടിൽ വേറെ ആരും ഉണ്ടാക്കോ? വീട്ടില് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ 2 ബിരിയാണിക്ക് ചേച്ചി ഒറ്റക്ക് തിന്നു? 2 ബിരിയാണിയല്ലേ, അനക്കല്ല. പിന്നെ ഈ ബിരിയാണി ഞാനോ? ഞാൻ ബിരിയാണിയൊക്കെ കഴിക്കും. എനിക്കാണോ അത്? വീട്ടില് സംസാരിച്ചിരുന്ന് ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് ഒന്ന് ഇരിക്കടാ. എന്റെ ചേച്ചി, എനിക്ക് ഞാൻ നല്ല തിരക്കിലാണ്. രാത്രിയല്ലേ, ഇത് തിരക്കാ? രാത്രിയൊക്കെ ആണ് നമുക്കൊരു പണി. 10-11 മണി വരെ ജോലി ഉണ്ടാവില്ലേ? അല്ല, ഈ രാത്രിയോ? എനിക്കിത് ആയിരിക്കും കൊടുക്കാണെങ്ങനാ നീ കഷ്ടപ്പെടുന്നു? ആയി കൊടുക്കാന്നല്ല, കിട്ടുന്ന കൊണ്ട് അടിച്ചു പൊളിച്ച് ഒന്ന് റെസ്റ്റ് എല്ലാം എടുത്ത് ബിരിയാണി എല്ലാം കഴിച്ച് റെസ്റ്റ് എല്ലാം എടുത്തിട്ട് പോകടാ. ബിരിയാണിക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ആദ്യം പറഞ്ഞ സാധനം തന്നെ അത് പറ. അത് നീ വാങ്ങിയിട്ട് വന്നാ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടാവല്ലോ സെൽഫ് പരിപാടി? ഉണ്ട്, ചെറിയൊരു പരിപാടി ഉണ്ട്. അതിന് വേണ്ടിയാ? അതിന് വേണ്ടിട്ടാണ്. അപ്പൊ ഹസ്ബൻഡ് ഇല്ലാതുകൊണ്ട് ഒറ്റക്കുള്ള കളിയായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അല്ല, കാര്യം ഞാൻ നോക്കണ്ടേ? അല്ല, അതൊക്കെ വേണം. നീ വന്നാലും ഞാൻ നിന്നോട് കാര്യം പറയാ. വന്നാലാ? അതെന്ത് കാര്യ? എന്നിട്ട് അതിപ്പം പറഞ്ഞ പോലെ. കോണ്ടത്തിന്റെ ആവശ്യം അതന്നെ ചോദിച്ചേ. ഒന്ന് മതിയാ? ഒരു ബോക്സാ ഉദ്ദേശിച്ചേ? ഒരു ബോക്സ് വാങ്ങിച്ചു. ആവശ്യം വരും. തിന്നാനാ? തിന്നാനൊന്നല്ല, അവിടെ വെച്ചാലൊന്നും ആവില്ലല്ലോ. വെച്ചാലൊന്നുമില്ല. അല്ല, അധികം മേടിക്കുന്നുണ്ട് ചോദിച്ചാ. നിനക്ക് ആവശ്യം വന്നാലല്ലോ നീ ദിവസം കൊണ്ട് തരുവാ? അല്ല, എനിക്ക് ദിവസം അല്ലെ. അപ്പൊ ഇത് ദിവസം ഇത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനമാണോ? ഞാൻ ഒറ്റക്കുള്ളപ്പോ സ്ഥിരമായിട്ട് വാങ്ങും. അപ്പൊ ഹസ്ബൻഡ് വന്നാലോ? പിന്നെ അന്നേരം അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ചേച്ചിക്ക് കിട്ടിയല്ലേ? അതല്ല, വേറെന്തോ ഇടപാടുണ്ടല്ലേ? പിടികിട്ടിയെന്ന് പറഞ്ഞാല് ചെറിയൊരു ഇടപാട്. അത് ശരി. വെറുതെ അല്ല ഇങ്ങനെ എപ്പോ ഇങ്ങനെ എന്താ പറയണ്ടേ? നടക്കട്ടെ നടക്കട്ടെ.
ഏ ഉം, ഉം. ഇല്ല ഉം. ഇപ്പൊ ഇത് ഫുഡിന് കുറെയല്ല വിളിക്കാതെ നേരിട്ട് പോയിട്ട് കഴിക്കല വീട്ടിൽ തന്നെ വെപ്പും കൂടിയൊക്കെ തുടങ്ങിയ മറ്റേ ഇപ്പം പുറത്ത് ഫുഡ് പോയിട്ട് ഞാൻ കഴിക്കലാണ്. ചിലപ്പോ വീട്ടിൽ നിന്ന് വെക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും. നിന്നെ ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം വിളിച്ചു, പിന്നെ വേറൊരു ഹോട്ടലിൽ വിളിച്ച് അവർ കൊടുക്കുന്നു, പിന്നെ ആദ്യം നീ വിളിച്ചു, അപ്പോഴാണ് നീ എടുത്തത്. ഉം. ഉം. ഓ ഇതിന് മുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല വിളിക്കുന്നൊന്നും. ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ചേച്ചി ഇടക്കിടക്ക് വിളിക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കല്ലോ. പിന്നെ പിന്നെ വിളി കാണാതുകൊണ്ട് ഓ. ഞാൻ വിചാരിച്ചു ഇനി വേറെ ഏതെങ്കിലും ഇതിൽ പിടിച്ചിട്ടുണ്ടാവും വിചാരിച്ചു. ഉം. 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 അപ്പം വന്നാലേ ഇത് എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ലേ? പെട്ടെന്ന് പോകാനും പറ്റൂല, ഇനി രാത്രിയല്ലേ, എനിക്കും തോട്ടാന്ന്, ഇനി ഓടിയതെല്ലാം മതി. നീ അതല്ലേ ഞാൻ പറഞ്ഞേ, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി. ഇല്ല ലേറ്റ് ആയിട്ട് വന്നാലും ഞാൻ പറഞ്ഞല്ലേ 9 മണി കഴിഞ്ഞാൽ എന്തൊരു ഓട്ടാടാ. അതൊക്കെ ഉണ്ട്. 10, 11, 12 മണിക്കൊക്കെ വർക്കുണ്ട്. എന്ത് ഞാൻ മാക്സിമം ഒരു 10:30, 11 മണിയൊക്കെ നിൽക്കും. ആ ഇന്ന് അപ്പോഴേക്കല്ലേ നമുക്കൊന്നും പൈസയൊക്കെ ആവുള്ളൂ. ഇന്ന് നീ എന്റെ കൂടെ ബിരിയാണി എല്ലാം കഴിക്കാം, നമുക്ക് സുഖമായിട്ട് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് ഇരുന്നിട്ട് പോയാ പോരെ. ഞാനാ ആ അല്ല ചേച്ചി ഇത് കാര്യത്തിൽ പറയുന്നതന്നെ അല്ല, എന്നാ വെറുതെ ഇങ്ങനെ തമാശയാക്കി വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് രസമായിരിക്കും അല്ലേ അത്? തമാശയൊന്നുമല്ല, കാര്യത്തിൽ പറഞ്ഞതാ ഇങ്ങോട്ട്. കാര്യത്തിലാ? പിന്നെ അനക്ക് നിന്നെ 2 ബിരിയാണിയല്ലോ. അല്ല എന്താന്നിപ്പോ ഇത് എങ്ങനെ സംസാരിക്കാൻ എന്താണെന്ന് എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കുമ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ലാതുകൊണ്ട് ചോദിക്കുന്നത്. എന്നാൽ നീ വന്നാല് ഞാൻ പറഞ്ഞുതരാം സംസാരിക്കേണ്ടത്. ചേച്ചി എങ്ങനെ സംസാരിക്കല് മാത്രല്ലടാ, എന്താ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ആണോ? അതുകൊണ്ട് ചോദിച്ചോ എന്താന്ന് ഉദ്ദേശിക്കുന്നത്? എന്താന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. കുറച്ച് ഒരു പരിപാടിയൊക്കെ ഉണ്ട് നീ വന്നാല്. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് വരണോ? ആരും പറയലില്ല. അതെയാ? കുറച്ച് പ്രതീക്ഷ വെച്ചോ. എന്ത് പ്രതീക്ഷ? എന്ത് പ്രതീക്ഷന്ന് ചോദിച്ചാല് നീ എന്നാ ഉദ്ദേശിച്ചേ അത് പറ. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, ചേച്ചിയല്ലേ പറഞ്ഞേ. ചേച്ചി പറഞ്ഞേ ഉദ്ദേശിക്കാണ്ട് ഇങ്ങനെ എന്നോട് പറയില്ലല്ലോ, എന്നോട് പറ. വിചാരിച്ച് ഇത് എന്തെങ്കിലും ഒരു ചെറിയ പരിചയത്തിന്റെ പേരിൽ എനിക്കൊരു ഫുഡ് വാങ്ങിച്ചു തരുന്നതായിരിക്കും വിചാരിച്ചു. ഫുഡും ഉണ്ട്, ഫുഡ് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. പിന്നെന്നാ അതിനകത്ത് വേറെ? ഞാൻ നിന്നോട് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞില്ലേ, അതിനെ കൊണ്ട് എന്ത് കാര്യം ഉണ്ടാവും? അതിനെ കൊണ്ടെന്ത് കാര്യന്ന് പറഞ്ഞാല് അതും എനിക്കും തമ്മിലെന്നാ കാര്യം? നിന്നെ കൊണ്ട് കാര്യമുണ്ട് എനക്ക്. എന്റെ ചേച്ചി തെളിച്ച് പറ, എന്നാ ഉദ്ദേശിക്കുന്നു? നീ കുറച്ച് സമയം എന്റെ ഒന്നിച്ച് നിക്കുവാ? ഉറപ്പായിരുന്നു നിക്കുമല്ലോ. നിക്കും. അതിന്റെ ആവശ്യത്തിനാണ് ആ സാധനം. എന്നെ കൊണ്ടാ? ഞാനാ? നിന്നെ കൊണ്ടാവൂലേ? ആണ്ടൊന്നുമില്ല. പിന്നെന്നാ? പക്ഷെ ചേച്ചി ഇതുവരെ ഒരു സൂചന ഒന്നും തരാണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട്. എന്ന് പറഞ്ഞാല് ചേച്ചി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടോ? എന്ത് വെള്ളം? അല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലും. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ വാങ്ങാൻ. കുറച്ച് കക്കിരിയും കൂടി വാങ്ങണേ. കക്കിരിയാ? നമുക്ക് ബിരിയാണിയുടെ കഴിക്കാലോ. ബിരിയാണിന്റെ ഒപ്പം സാലാഡ് ഉണ്ടാവൂലേ? എന്നാലും ഇരിക്കട്ടെ. മണ്ണോളാണോ അല്ല ചെറിയ ഇത് മതിയാ? അത്ര വലുത് വേണ്ട, വലുതായ മോശമല്ലേ, കുറച്ച് മീഡിയം. എന്നാ ഞാൻ 8, 9 ആകുമ്പോ വരാം. അധികം ലേറ്റ് ആവല്ലേ? ഇല്ല.